നന്ദ നന്ദ ദേ വീടെത്തി. എഴുന്നേൽക്ക് വാ. നന്ദ വീടെത്തിയ ആരാണ്? നന്ദ വാ ഇറങ്ങ. നന്ദ ഈ ഒരു അവസ്ഥയില് എന്നെ ഇവിടെ ആരും കാണണ്ട. അത് ശരിയാവില്ല. ചില്ല നേരെ നടക്ക്. നന്ദൻ കൊണ്ടുപോയ കാർ എവിടെ? ഇതെന്താ ചേച്ചി ഇങ്ങനെ? ഇത് ഇല്ലാത്ത ശീലങ്ങളൊക്കെ തുടങ്ങി. എങ്ങനെ തുടങ്ങാതിരിക്കും? അമ്മാതിരി സമാധാനക്കേടല്ലേ ഈ ഭാര്യ അവന്തിക കൊടുത്തോണ്ടിരിക്കുന്നെ. പിടിച്ചൊരു തള്ളു കൊടുക്ക ചേച്ചി. ഇനി ചാവുന്നെങ്കിൽ ചാവട്ടെ. നീ ഒന്ന് പിടിച്ചേ. ഞാനോ? ക്യാമറ ഇരിക്കുന്നുണ്ടോ? ഒന്ന് പിടിക്കേ. ഇതിന്റെ വലിയ ആവശ്യമുണ്ട് ചേച്ചിക്ക്? ആവശ്യമുണ്ട്. മദ്യപാനം പൊതുവെ ദോഷാണെങ്കിലും ഇത് നമുക്കൊരു അനുഗ്രഹം. അത് വഴിയെ നിനക്ക് മനസ്സിലാവും. പിടിച്ചേ. അയ്യോ ഏട്ടത്തി, ഏട്ടൻ എന്തു പറ്റി? കുഴപ്പമൊന്നുമില്ല. നന്ദേട്ടൻ നന്നായി മദ്യപിച്ചിട്ടുണ്ട്. എന്താ കാര്യം എന്നറിയില്ല. ചിലപ്പോ ഫ്രണ്ട്സ് ആരെങ്കിലും പണി കൊടുത്തായിരിക്കും. ഇനിയിപ്പോ ഇവിടെ ഇല്ലാതിരുന്ന സമയത്ത് തുടങ്ങിയതാണോ ഈ ശീലം എന്നും അറിയില്ല. ഞാനിവിടെ പിടിക്കാം. അതിന്റെ ആവശ്യമില്ല സച്ചി. ഞാൻ വേഗം കൊണ്ട് കിടത്താം. ഇനിയും നിന്നാ ആരെങ്കിലും കാണും. പിന്നെ ചോദ്യവും പറച്ചിലും ഒക്കെ ആവും. സച്ചി പൊക്കോ, ഞാനിത് ഹാൻഡിൽ ചെയ്തോളാം. നന്ദേട്ടാ. ആ സച്ചി, ഇത് നമ്മൾ മാത്രം അറിഞ്ഞാ മതി. ആരോടും പറയണ്ട. പതുക്കെ. അയ്യോ, കിടക്ക.
എന്നാലും നന്ദേട്ടന് മദ്യപിക്കുന്ന ശീലം ഇല്ലാത്തയാണല്ലോ. പിന്നെ എന്താ പറ്റിയത്? സച്ചേട്ടാ, സച്ചേട്ടാ നിങ്ങ വന്നേ. ഇങ്ങ് വാ സച്ചേട്ടാ. സച്ചേട്ടാ ഒന്ന് വന്നേ. സച്ചേട്ടാ ഒന്ന് വാ സച്ചേട്ടാ. സച്ചേട്ടാ ദേ നോക്കി, ഇപ്പൊ എങ്ങനെയുണ്ട് എന്നെ കാണാൻ? സച്ചേട്ടാ എങ്ങനെയുണ്ടെന്ന് പറയേ. ആ, കുഴപ്പമില്ല. കുഴപ്പമില്ലെന്നോ? എന്താ എന്താ പറ്റിയേ? സച്ചേട്ടൻ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? എനിക്കറിയാം ആ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞില്ല സച്ചേട്ടാ. മീരടുത്ത് കുറ്റക്കാരിയല്ലെന്ന് എല്ലാവർക്കും ബോധ്യമായില്ലേ? സച്ചേട്ടനും അനുപേട്ടനും കൂടെ നിന്നതുകൊണ്ടാ ആ അജയനെ പിടിക്കാൻ കഴിഞ്ഞത്. സച്ചേട്ടന്റെ ആഗ്രഹം പോലെ ഇനി നമുക്ക് നമ്മുടെ ജീവിതം ജീവിക്കണം. പഴയ നമ്മുടെ ആഗ്രഹം പോലെ നമ്മളും നമ്മുടെ മക്കളുമായിട്ടുള്ള നല്ലൊരു ജീവിതം. എല്ലാവരുടെയും ആഗ്രഹം പോലെ. അതിലുപരി സച്ചേട്ടന്റെ ഏറ്റവും വലിയ ആഗ്രഹം സാധിച്ചു തരണം എനിക്ക്. ഇരട്ട കുഞ്ഞുങ്ങൾ തന്നെ വേണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. നമുക്ക് നമ്മുടേതെന്ന് പറയാൻ ഒരു മോൻ അല്ലെങ്കിൽ ഒരു മോള്. നമ്മൾ അത്രയും ആഗ്രഹിക്കുന്നത് കൊണ്ടാവും ഈശ്വരനത് വൈകിപ്പിക്കുന്നത്, അല്ല സച്ചേട്ടാ? അന്ന് സച്ചേന്റെ കൂട്ടുകാരൻ പറഞ്ഞ പോലെ നമ്മൾ വൈകിപ്പിച്ച നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് ചിലപ്പോ ഈശ്വരൻ തരണമെന്നില്ല. അതുകൊണ്ട് വേഗം നമുക്കൊരു കുഞ്ഞിനെ തരാൻ പ്രാർത്ഥിക്കണം. തനിക്ക് കുഞ്ഞു വേണമെന്ന് അത്രയ്ക്ക് ആഗ്രഹമാണോ? ആണോന്നോ? ഏതൊരു സ്ത്രീക്കാ സച്ചേട്ടാ ഒരമ്മയാവണമെന്ന് ആഗ്രഹമില്ലാത്ത? ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ ആഗ്രഹമല്ലേ അത്? ഒരച്ഛനാവണമെന്ന് സച്ചേട്ടനും ആഗ്രഹമില്ലേ? ഉണ്ടെന്ന് എനിക്കറിയാം. എന്നെക്കാളും ആഗ്രഹം സച്ചേട്ടനാണെന്ന് എനിക്കറിയാം. എല്ലാം നടക്കും സച്ചേട്ടാ. സന്ധ്യ ഡോക്ടർ പറഞ്ഞില്ലേ നമുക്ക് രണ്ടുപേർക്കും ഒരു പ്രശ്നമില്ലാന്ന്. സച്ചേട്ടൻ ഇങ്ങനെ പഴയതൊന്നും ഓർത്ത് വിഷമിക്കാതെ ഹാപ്പി ആയിട്ട് വാ.
എന്താ നന്ദേട്ടാ? നിന്നോട് ആര് പറഞ്ഞു എന്റെ അടുത്ത് വന്ന് കിടക്കാൻ? മനസ്സിലായില്ല. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ തറയിലേ കിടക്കാവൂ, എന്റെ അടുത്ത് വന്ന് കിടക്കരുതെന്ന്. അത് ശരി, ഇപ്പൊ അങ്ങനായോ? തറയിൽ കിടന്ന് എന്നെ കട്ടിൽ അടുത്ത് വിളിച്ച് കിടത്തിയിട്ട് എന്നെ കുറ്റം പറയുന്നോ? ഞാനപ്പോ നന്ദേട്ടനൊന്ന് ഓർത്തു നോക്ക്, അപ്പം മനസ്സിലാവും. ഇന്നലെ രാത്രി എന്നോട് സ്നേഹം കാണിച്ചതും അടുത്തുകൂടിയതൊക്കെ വേറെ ഉദ്ദേശത്തിലായിരുന്നല്ലേ? ഞാൻ കരുതി ഇന്നലെ പറഞ്ഞതൊക്കെ ഉള്ളതാണെന്ന്. ഞാൻ എന്തു പറഞ്ഞു? വെറുതെ ഓരോന്ന് പറയരുത് കേട്ടോ. വെറുതെയോ? ഇന്നലെ ഈ വീട്ടിൽ നന്ദേട്ടൻ 2 കാലിലല്ല വന്നത്, 4 കാലില. അതോർമ്മയുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ ഓർമ്മിപ്പിക്കാം. ഈ തറയിൽ കിടന്ന് എന്റെ അടുത്ത് വന്ന് കിടന്നു. എണീറ്റ് പോവാൻ തുടങ്ങിയ എന്നെ ബലമായിട്ട് പിടിച്ചിരുത്തി സംസാരിച്ചു. ചെയ്ത തെറ്റുകൾക്കൊക്കെ മാപ്പ് തന്നു പറഞ്ഞു. ഞാൻ തറയിൽ കിടക്കുന്നോണ്ട് നിങ്ങളും തറയിൽ കിടക്കുവാണെന്ന് പറഞ്ഞ് അവിടെ ഒന്ന് കിടന്നു. എന്നിട്ട് എന്നെ കട്ടിലെ കൊണ്ട് കിടത്തി. നിങ്ങളുടെ പഞ്ചാരവാക്കി മയങ്ങിപ്പോയ ഞാൻ എതിർത്തില്ല എന്നുള്ളതാ ശരി. സോറി നന്ദേട്ടാ, ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ വഴക്കുണ്ടാവില്ലെന്നും പിണങ്ങില്ലെന്നും ഇന്നലെ രാത്രി നമ്മൾ തീരുമാനിച്ചില്ലേ? ഞാനത് ഓർത്തില്ല. എനിക്കറിയാം നന്ദേട്ടൻ ആ കാര്യം മറന്നിട്ടാ എന്നോട് വഴക്കിന് വന്നേന്ന്. എല്ലാം പോട്ടെ, നമുക്ക് കഴിഞ്ഞതൊക്കെ മനഃപൂർവ്വം അങ്ങ് മറക്കാം. എന്നിട്ട് ഇന്നു മുതൽ പുതിയൊരു ജീവിതം തുടങ്ങാം. ഇന്നും ഞാൻ നന്ദേട്ടന് നല്ലൊരു ഭാര്യയായിരിക്കും. വർഷങ്ങളായി ഞാൻ മനസ്സിൽ കൊണ്ടു നടക്കുന്ന പകയും വിദ്വേഷവും എല്ലാം ഒരു രാത്രി കൊണ്ട് എന്റെ മനസ്സിൽ നിന്ന് മായണമെങ്കിൽ അത് ഒരേ ഒരു കാര്യം കൊണ്ട് മാത്രമാണ്.
സ്നേഹം, അവന്തികയോടുള്ള നന്ദേട്ടന്റെ അടങ്ങാത്ത പ്രണയം. ഇന്നലെയാ ഞാൻ മനസ്സിലാക്കിയത് നന്ദേട്ടന് എന്നോട് എത്രമാത്രം ഇഷ്ടമുണ്ടെന്ന്. ഇത്രയും കാലത്തെ എന്റെ ജീവിതം പാഴായിരുന്നെന്നും അർത്ഥശൂന്യമായിരുന്നെന്നും മനസ്സിലാക്കിയിട്ടാ ഞാനിപ്പോ നന്ദേട്ടന്റെ മുന്നിൽ നിൽക്കുന്നേ. ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഒരു ഭാര്യ എന്താണെന്നും ഭാര്യയുടെ കടമകൾ എന്താണെന്നും. അവന്തികെ, നീ വെറുതെ തെറ്റിദ്ധരിച്ചതാ. ഇന്നലെ ഞാൻ നല്ല ഫിറ്റായിരുന്നു. അതെനിക്ക് മനസ്സിലായി. പക്ഷേ നന്ദേട്ടൻ പറഞ്ഞ ഓരോ വാക്കും അർത്ഥമുള്ളതായിരുന്നു, സ്നേഹമുള്ളതായിരുന്നു, എന്നെ പരിഗണിക്കുന്നതായിരുന്നു. അച്ഛനും അമ്മയും പോയ ശേഷം എന്നെ ഇത്രയും സ്നേഹിക്കുകയും വിശ്വസിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാൾ ഈ ഭൂമിയിലുണ്ടെന്നുള്ളത് ഇന്നലെ രാത്രി എന്നെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. അവന്തികെ, വേണ്ട